അമേരിക്ക ഇറാനെ ആക്രമിച്ചത് 80 കേന്ദ്രങ്ങളിലാണ്. ശക്തമായി തന്നെ ഹോർമുസിലെ ആക്രമണത്തിന് അമേരിക്ക തിരിച്ചടിച്ചു. ഇപ്പോൾ ഇറാൻ ബഹ്റൈനെ തിരിച്ചാക്രമിക്കുകയാണ്. വീണ്ടും പശ്ചിമേഷ്യയിൽ പ്രശ്നങ്ങൾ വഷളാകുന്നു. അമേരിക്ക കരാർ ലംഘനം നടത്തി എന്ന് ഇറാൻ വ്യക്തമാക്കുന്ന പശ്ചാത്തലമുണ്ട്. ഇനിയും അനുരഞ്ജനമില്ല എന്ന അസന്നിഗ്ധമായ ഭാഷയിൽ ഇറാന്റെ സ്പീക്കർ കൂടി വ്യക്തമാക്കുന്ന സാഹചര്യം. അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ അവസാനിക്കുക നാളെയാണ്, നമുക്കറിയാം. അതിനുശേഷം എന്ത് സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഏതായാലും പശ്ചിമേഷ്യയിൽ വീണ്ടും സമാധാനം നഷ്ടപ്പെടുന്ന പശ്ചാത്തലം ഒരുങ്ങുകയാണ്. വിശദമായി തന്നെ പരിശോധിക്കാം. ആദ്യം തലക്കെട്ടുകൾ. ഇറാനെതിരെ വീണ്ടും ആക്രമണം ആരംഭിച്ച അമേരിക്ക. സിറിക്, ബന്ദർ അബ്ബാസ് നഗരങ്ങളിലും ഖേഷം ദ്വീപിലും മിസൈൽ ആക്രമണം. ലക്ഷ്യം വെച്ചത് മിസൈൽ സംവിധാനങ്ങളെയും വ്യോമപ്രതിരോധ സംവിധാനങ്ങളെയും. ഹോർമുസിലെ ആക്രമണത്തിനുള്ള മറുപടിയെന്നും അമേരിക്ക. ഇറാന്റെ മറുപടി. ബഹ്റിനിൽ ആക്രമണം തുടങ്ങിയതായി സൂചന. ബഹ്റിനിൽ മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങി. ജനങ്ങളോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം. ഭീഷണിയുടെയും പിടിച്ചുപറിയുടെയും കാലം കഴിഞ്ഞുവെന്നും ഇനി കീഴടങ്ങില്ലെന്നും ഇറാൻ പാർലമെന്റ് സ്പീക്കർ. ഡൊണാൾഡ് ട്രംപ് ഭീഷണികൾ നിർത്താതെ അന്തിമ കരാറിലെത്താനുള്ള ചർച്ചകൾ ആരംഭിക്കാനാവില്ലെന്നും ഇറാൻ. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ആക്രമിച്ചത് 24 മണിക്കൂറിടെ 3 കപ്പലുകൾ. ഖത്തറിന്റെ LNG ടാങ്കറായ അൽ റഗിയാത്തിന്റെ എഞ്ചിൻ റൂമിൽ തീ പടർന്നു. സൗദിയുടെ ക്രൂഡുമായി പോയ കപ്പലും മിസൈൽ ആക്രമണത്തിൽ തകർന്നു. 3ാമത്തെ കപ്പലിനും തീപിടിച്ചു. ഇറാനോടിടഞ്ഞു ഖത്തർ. ഹോർമുസിൽ ഇറാൻ ആക്രമിച്ചതിൽ ഒന്ന് ഖത്തറിന്റെ കപ്പൽ. കടുത്ത മുന്നറിയിപ്പുമായി ഖത്തർ. ചെറിയ നേട്ടങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ സ്വത്ത് നശിപ്പിക്കരുത്. വിശ്വസ്ത രാജ്യമായിരുന്ന ഖത്തറിനെയും വെറുപ്പിച്ചത് ഇറാന് വിനയാകുമെന്ന് വിലയിരുത്തൽ. പാകിസ്ഥാനോട് കട്ടക്കലിപ്പിൽ അമേരിക്ക. പ്രകോപനം. അയത്തുള്ള അലി ഖമേനിയെ പ്രശംസിച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ പ്രസംഗം. വെടിനിർത്തൽ ചർച്ചകളിൽ പാകിസ്ഥാൻ മധ്യസ്ഥത വഹിക്കുന്നതിനെതിരെ കടുത്ത വിമർശനം. രാജ്യം ഇരട്ട വേഷമാണ് കെട്ടുന്നതെന്ന് US സെനറ്റർ. ഇന്ത്യക്കെതിരെ യുദ്ധപ്രഖ്യാപനവുമായി പാക് സൈന്യം. സിന്ധു നദീജലം തടഞ്ഞാൽ സൈനിക നടപടിക്ക് മടിക്കില്ല. അസിം മുനീറിന്റെ അധ്യക്ഷതയിൽ കോർ കമാൻഡർമാരുടെ യോഗം. ജലം തടയുകയോ വഴിതിരിച്ചു വിടുകയോ ചെയ്യുന്നത് യുദ്ധപ്രഖ്യാപനമായി കണക്കാക്കും. ഇന്ത്യക്കെതിരെ യുദ്ധഭീഷണിയുമായി ബിലാവൽ ഭൂട്ടോ സർദാരിയും. വയനാട്ടിലെ മണ്ണിടിച്ചിലിൽ കാണാതായവർക്കായി തെരച്ചിൽ തുടരുന്നു. ഇതുവരെ സ്ഥിരീകരിച്ചത് 3 മരണം. ഇനി കണ്ടെത്താനുള്ളത് 5 പേരെ. ചികിത്സയിലുള്ള 7 പേരിൽ 2 പേരുടെ നില ഗുരുതരം. മുഖ്യമന്ത്രി VD സതീശൻ വയനാട്ടിലെത്തും. ദുരന്തബാധിത മേഖല സന്ദർശിക്കും. വയനാട്ടിൽ റെഡ് അലേർട്ട്. കോഴിക്കോട്, വയനാട് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. ആലപ്പുഴ മുതൽ കാസർഗോഡ് വരെ യെല്ലോ അലേർട്ട്. RSS റൂട്ട് മാർച്ചിന് കർണാടകയിൽ നിയന്ത്രണം. ഇനി സർക്കാരിന്റെ മുൻകൂർ അനുമതി നിർബന്ധം. അനുമതി നൽകണോ വേണ്ടോ എന്ന് ഭരണകൂടം തീരുമാനിക്കും. താൻ മന്ത്രിസ്ഥാനത്ത് തുടരുന്നിടത്തോളം RSSന് പ്രത്യേക പരിഗണനകളൊന്നും ഉണ്ടാകില്ലെന്ന് IT-BT മന്ത്രി പ്രിയങ്ക് ഖാർഗെ. അതിശക്ത മഴയിൽ വിറങ്ങലിച്ച് മുംബൈ. 4 ദിവസം കൊണ്ട് പെയ്തിറങ്ങിയത് 1 മാസത്തെ മഴ. നാസിക്കിൽ 300 മില്ലിമീറ്റർ വരെ മഴയ്ക്കു സാധ്യതയെന്ന് മുന്നറിയിപ്പ്. മേഘവിസ്ഫോടനത്തിനും സാധ്യത. PSC മൂല്യനിർണ്ണയ ക്രമക്കേടിൽ ഇന്ന് സർക്കാർ അന്വേഷണം പ്രഖ്യാപിക്കും. പ്രത്യേക വിജിലൻസ് സംഘത്തെ നിയോഗിക്കാൻ സാധ്യത. വിജിലൻസ് ഡയറക്ടർ മേൽനോട്ടം വഹിക്കും. തിരുവനന്തപുരം നഗരസഭാ കൗൺസിലർ സുഗതന്റെ ജാമ്യാപേക്ഷയിൽ കോടതി വിധി ഇന്ന്. സുഗതനെ 6 മാസം ജയിലിലടയ്ക്കണമെന്ന് കാപ്പ ഉപദേശക സമിതി. തിരുവനന്തപുരം നഗരസഭയ്ക്ക് നിർണായകം. ഇന്തോനേഷ്യയിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓസ്ട്രേലിയയിലേക്ക്. ഇന്ത്യ-ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസുമായി ചർച്ച. ആവേശപ്പോരിൽ ഈജിപ്തിനെ കീഴടക്കി അർജന്റീന ലോകകപ്പ് ക്വാർട്ടറിൽ. മെസ്സിപ്പടയുടെ ജയം 2-3 ഗോളുകൾക്ക്. ഷൂട്ടൌട്ടിൽ കൊളംബിയയെ തകർത്ത് സ്വിറ്റ്സർലൻഡ് ക്വാർട്ടറിൽ.
അമേരിക്കൻ ആക്രമണങ്ങളിൽ രൂക്ഷ പ്രതികരണവുമായി ഇറാൻ. ഭീഷണിയുടെയും പിടിച്ചുപറിയുടെയും കാലം കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ ഇറാന്റെ മുന്നറിയിപ്പ്. ഇനി കീഴടങ്ങില്ല എന്നും പാർലമെന്റ് സ്പീക്കർ MP ഖാലിബാഫ് വ്യക്തമാക്കുന്നത് അസാധാരണ സാഹചര്യം സൃഷ്ടിക്കുകയാണ്. പ്രത്യേകിച്ചും അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ ഇറാനിൽ പുരോഗമിക്കുന്നതിനിടയിലാണ് അമേരിക്കയുടെ ആക്രമണം ഇറാനിലേക്ക് ഉണ്ടാകുന്നത്. 5 വ്യവസ്ഥകളുടെ ധാരണാപത്രത്തിലെ 5 വ്യവസ്ഥകളുടെ നഗ്നമായ ലംഘനമാണ് നടക്കുന്നതെന്നും ശക്തമായി തിരിച്ചടിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. ഇതിന് തൊട്ടു പിന്നാലെ ബഹ്റിനിൽ യുദ്ധഭീഷണിയാണ് ഇപ്പോൾ ഉള്ളത്. ബഹ്റിനിൽ മുന്നറിയിപ്പ് സൈറനുകൾ മുഴങ്ങുന്നു. ജനങ്ങളോട് ജാഗ്രത പാലിക്കണമെന്ന് ബഹ്റിൻ ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിക്കുന്നു. ബഹ്റിൻ ഇറാൻ ആക്രമിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. US ഇറാനിലേക്ക് നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെയാണ് ഈ ഒരു ആക്രമണം ബഹ്റിനിൽ സംഭവിക്കുന്നത്. 80ഓളം കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചു എന്നാണ് ഇപ്പോൾ അമേരിക്ക വ്യക്തമാക്കിയ പശ്ചാത്തലം ഉണ്ടാകുന്നത്. US സെൻട്രൽ കമാൻഡന്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിശദീകരണവും നൽകിയ പശ്ചാത്തലം നിർണായകമാണ്. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരും. അജയ്, സാധാരണയായി അമേരിക്കയുടെ ആക്രമണം ഇറാനിൽ ഉണ്ടാകുമ്പോൾ തിരിച്ചടി ബഹ്റിനിലും കുവൈറ്റിലുമാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം എന്താണ്? ബഹ്റിനിൽ സൈറനുകൾ മുഴങ്ങുന്നു, ജനങ്ങൾക്ക് ജാഗ്രത നിർദ്ദേശം വരുന്നു. ഇറാന്റെ ആക്രമണം ബഹ്റിനിൽ ആരംഭിച്ചോ? രഞ്ജിത്ത് പറഞ്ഞതുപോലെ ഇറാൻ വെറുതെ ഇരുന്നില്ല. ഇപ്പോൾ ബഹ്റൈന് പിന്നാലെ കുവൈറ്റിലും ആക്രമണം നടക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. കുവൈറ്റിൽ ഇപ്പോൾ ബഹ്റൈന് സമാനമായിട്ട് എയർ സൈറനുകൾ തുടർച്ചയായിട്ട് മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. കുവൈറ്റിന്റെ പ്രതിരോധ മന്ത്രാലയം പറയുന്നത് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ രാജ്യത്തിന് നേരെ ഉണ്ടായി. അതിൽ നിരവധി മിസൈലുകൾ തകർത്തതായിട്ട് അവരുടെ ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ എവിടെയെങ്കിലും ഈ മിസൈലുകൾ ഹിറ്റ് ചെയ്തതായിട്ട് നമുക്ക് ഇതുവരെ വിവരം ലഭിച്ചിട്ടില്ല. IRGC ഇപ്പോൾ പുതുതായിട്ടൊരു പത്രക്കുറിപ്പ് പുറത്തിറക്കി. ആ പത്രക്കുറിപ്പിൽ പറയുന്നത് അമേരിക്കയുടെ ഒരു MQ-9 ഡ്രോണും വെടിവെച്ച് തകർത്തതായിട്ടാണ്. അപ്പോൾ അങ്ങനെ ഇറാനും നിലവിൽ മേഖലയിൽ പ്രത്യാക്രമണം തുടങ്ങിയിരിക്കുകയാണ്. ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ MP ഖാലിബാഫിന്റെ ഒരു ഭീഷണി പോസ്റ്റ് എക്സിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരം തിരിച്ചടി എന്നതും ശ്രദ്ധേയമാണ്. MP ഖാലിബാഫ് പറഞ്ഞത് പിടിച്ചുപറിയുടെയും അതുപോലെ ഭീഷണിയുടെയും കാലം കഴിഞ്ഞു, ഇനി ഇറാൻ ഒരിക്കലും കീഴടങ്ങാൻ നിൽക്കില്ല എന്നാണ്. അതുപോലെ അമേരിക്ക ഈ ഇറാനുമായി ഒപ്പിട്ട ധാരണാപത്രത്തിൽ വരുത്തിയ 5 ലംഘനങ്ങൾ അദ്ദേഹം അക്കമിട്ട് നിരത്തുന്നുമുണ്ട്. ഈ 5 കാര്യങ്ങളുടെ നഗ്നമായ ലംഘനം നടന്നു എന്ന് MP ഖാലിബാഫ് ഈ ട്വിറ്റർ പോസ്റ്റിൽ വ്യക്തമാക്കുന്നുമുണ്ട്. അദ്ദേഹം പറയുന്നത് ഹോർമുസ് കടലിടുക്കിലെ ഇറാന്റെ നിയന്ത്രണങ്ങൾ അമേരിക്ക ലംഘിച്ചു, അത് 1ാമത്തെ ലംഘനം. അതുപോലെ വീണ്ടും ആക്രമണങ്ങൾ നടത്തും എന്നുള്ള ഭീഷണി മുഴക്കി. എണ്ണ ഉപരോധങ്ങൾ, ഇറാനുമേൽ പ്രഖ്യാപിച്ചിരുന്ന ഓയിൽ റെസ്ട്രിക്ഷൻസ് അവസാനിപ്പിച്ചുമില്ല. അതുപോലെ തന്നെ തെക്കൻ ഇറാനെ പലപ്പോഴായി ലക്ഷ്യം വെച്ച് ആക്രമണങ്ങൾ നടത്തി. ലെബനനിൽ ഇപ്പോഴും സയനിസ്റ്റ് ശക്തികൾ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നിങ്ങനെയുള്ള 5 വ്യവസ്ഥകളാണ് US നഗ്നമായി ലംഘിച്ചിരിക്കുന്നത്. ഇതിന് കൃത്യമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാകും എന്ന് തന്നെയാണ് MP ഖാലിബാഫ് എക്സിൽ കുറിച്ചത്. അതിന് പിന്നാലെയാണ് കുവൈറ്റിലും അതുപോലെ തന്നെ ഇപ്പോൾ ബഹ്റൈനിലും നിലവിൽ ആക്രമണങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഒപ്പം നേരത്തെ നമുക്കറിയാം ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ നടത്തിയ കപ്പലുകൾക്ക് നടത്തിയ ആക്രമണം, അതിനെ തുടർന്ന് അമേരിക്ക ഇപ്പോൾ പുതിയ വിവരമനുസരിച്ച് 80ഓളം കേന്ദ്രങ്ങൾ അമേരിക്ക ആക്രമിക്കുകയാണ് ഇറാനെ. കാര്യമായ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ചും അസാധാരണമായ ഒരു സാഹചര്യം അവിടെയുണ്ട്. നാളെയാണ് അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാവുക. ദശലക്ഷക്കണക്കിന് ജനങ്ങൾ തെരുവുകളിലുണ്ട്. പല ലോക നേതാക്കളും ഇറാന്റെ ഭാഗമായി അവിടെ ഇതിൽ സമ്മേളിക്കാനായി എത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ അടക്കം പ്രതിനിധികളുണ്ട്. ഈ സാഹചര്യത്തിൽ ഇറാൻ ആക്രമിക്കുക എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും, സംശയമില്ല. ഇപ്പോൾ ഈ ആക്രമണത്തിന്റെ ആത്യന്തിക ഫലം എന്താണ്? എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ അജയ്? രഞ്ജിത്ത്, തീർച്ചയായിട്ടും ഒരു നിർണായകമായിട്ടുള്ള സാഹചര്യം തന്നെയാണ്. നാളെയാണ് ആയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ ഇറാനിലെ മിനാബിൽ വെച്ച് നടക്കാനിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം ഇറാഖിലാണ്. അവിടെ നജാഫ് എന്ന് പറയുന്ന നഗരത്തിൽ പൊതുദർശനവും അതുപോലെ തന്നെ വിലാപയാത്രയും തുടങ്ങാനിരിക്കുകയായിരുന്നു ഇപ്പോൾ ഇത്തരത്തിലുള്ള ശക്തമായിട്ടുള്ള ആക്രമണം നടന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ആയത്തുള്ള അലി ഖമേനിയുടെ മൃതദേഹം ഇറാഖിലേക്ക് എത്തിച്ചത്. അവിടെ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നെല്ലാം വലിയ സ്വീകരണം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെയുള്ള സംസ്കാര ചടങ്ങുകൾ തുടങ്ങാനിരിക്കുകയായിരുന്നു. ഇറാന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള മസൂദ് പെസഷ്കിയാൻ ചടങ്ങുകളുടെ ഭാഗത്ത് നിന്ന് തിരിച്ചു ഇപ്പോൾ ടെഹ്റാനിലേക്ക് വീണ്ടും മടങ്ങിയെത്തിയിരിക്കുന്നത്. നാളെ മൃതദേഹം വീണ്ടും തിരിച്ച് ഇറാനിലേക്ക് എത്തിക്കാനിരിക്കുകയാണ്. അപ്പോഴാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ശക്തമായ ആക്രമണം ഉണ്ടാകുന്നത്. നിലവിൽ ഇറാനിലുള്ള സിറിക്ക് അതുപോലെ ബന്ദർ അബ്ബാസ് എന്നീ നഗരങ്ങളിലും അതുപോലെ ഖേഷം ദ്വീപിലുമാണ് നിരവധി ആക്രമണങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. IRIBയുടെ ഒരു റിപ്പോർട്ട് പ്രകാരം അമേരിക്ക നിലവിൽ ലക്ഷ്യം വെച്ചിരിക്കുന്നതിൽ
ജനവാസ മേഖലകളും ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു വിവരമുണ്ട്. സിറിക്കിൽ നിരവധി ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ പരിക്കേറ്റവരെ മിനാബ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നുള്ള റിപ്പോർട്ടുമുണ്ട്. US സെൻട്രൽ കമാൻഡ് പറയുന്നത് അവർ ഇറാനിലുള്ള 80ഓളം കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചു എന്നാണ്. ഇതിൽ ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, കമാൻഡ് ആൻഡ് കൺട്രോൾ നെറ്റ്വർക്കുകൾ, കോസ്റ്റൽ റഡാർ സംവിധാനങ്ങൾ, ആന്റി ഷിപ്പ് മിസൈൽ സംവിധാനങ്ങൾ, മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ, അതുപോലെ IRGCയുടെ 60ഓളം ചെറു ബോട്ടുകളും തങ്ങളുടെ ലക്ഷ്യമായിരുന്നു എന്നാണ് ഇപ്പോൾ നിലവിൽ സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ടിട്ടുള്ള ഒരു റിപ്പോർട്ട്. ഇത് ഇറാൻ ഹോർമുസ് കടലിടുക്കിൽ നടത്തിയിട്ടുള്ള കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്ക് മറുപടിയാണെന്നും അമേരിക്ക വ്യക്തമാക്കുന്നു. അതാണ് സാഹചര്യം. ഏതായാലും 80ഓളം കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ ഇറാന്റെ അമേരിക്കയുടെ ആക്രമണം. ഇതിൻ്റെ ഒരു പ്രകോപനമായി ഉണ്ടായിരുന്നത് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അത് നേരത്തെ പറഞ്ഞതുപോലെ 24 മണിക്കൂറിനിടെ 3 കപ്പലുകളെയാണ് ഇറാൻ ആക്രമിച്ചത് ഹോർമുസിൽ. അതിൽ ഖത്തറിൻ്റെ LNG ടാങ്കറായ അൽ റക്കിയാത്തിൻ്റെ എഞ്ചിൻ റൂമിൽ തീ പടർന്നു. വാതക ടാങ്കർ പൊട്ടിത്തെറിച്ചേക്കുമെന്ന ആശങ്ക മൂലം നാവികരെ അടിയന്തരമായി ഒഴിപ്പിക്കുന്ന പശ്ചാത്തലമുണ്ടായി. അത് മാത്രമല്ല, സൗദിയുടെ ക്രൂഡുമായി പോയ കപ്പലും മിസൈൽ ആക്രമണത്തിൽ പൂർണ്ണമായും തകർന്നു. ഒമാൻ തീരത്താണ് സൗദിയുടെ വൈദ്യാൻ കപ്പൽ ആക്രമിക്കപ്പെട്ടത്. സൗദി ഷിപ്പിംഗ് കമ്പനിയായ ബഹറിയുടെ ഉടമസ്ഥതയിലുള്ള കപ്പലായിരുന്നു ഇത്. നാവികർ സുരക്ഷിതരാണെന്ന് വിവരമുണ്ട്. ഒമാൻ തീരത്ത് ആക്രമിക്കപ്പെട്ട 3ാമത്തെ കപ്പലിന് തീപിടിച്ചതായി UK മാരിടൈം ട്രേഡ് ഓർഗനൈസേഷൻ അറിയിച്ച പശ്ചാത്തലം ഉണ്ട്. ഏതായാലും ഈ മുന്നറിയിപ്പ് ലംഘിച്ചതുകൊണ്ട് ഖത്തറിന്റെ ടാങ്കർ ആക്രമിക്കപ്പെട്ടത് എന്നാണ് ഇറാൻ TV റിപ്പോർട്ട് ചെയ്തത്. പക്ഷെ നമുക്കറിയാം, ഖത്തറും ഇറാനുമായി ഏറെ ബന്ധമുള്ള രാജ്യങ്ങളാണ്. കാരണം പല രാജ്യങ്ങളും ഇറാനെതിരെ രംഗത്ത് വരുമ്പോഴും ഖത്തർ ഇറാനുമായി ഒരു സൗഹൃദ ലൈൻ സൂക്ഷിച്ച പശ്ചാത്തലമുണ്ടായിരുന്നു. ഈ ആക്രമണം നടന്നതോടുകൂടി ഖത്തർ ഇറാൻ ബന്ധം വഷളാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഖത്തറിൻ്റെ കപ്പൽ ആക്രമിച്ചതോടെ കടുത്ത മുന്നറിയിപ്പാണ് ഖത്തർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ആ ചങ്ങാതി വളരെ പ്രധാനപ്പെട്ട ചങ്ങാതിയായിരുന്നു ഇറാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ. ചെറിയ നേട്ടങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ സ്വത്ത് നശിപ്പിക്കരുത് എന്നാണ് ഖത്തറിൻ്റെ മുന്നറിയിപ്പ്. ഈ രൂക്ഷ പ്രതികരണം വരികയും അതിക്രൂരമായ ആക്രമണമാണ് നടന്നത് എന്ന് തങ്ങളുടെ എണ്ണക്കപ്പലാണെന്ന് ഖത്തർ സ്ഥിരീകരിച്ചതിന് ശേഷം അവരുടെ പ്രതികരണം വരികയാണ്. ഇത് ഇപ്പോൾ ആ മേഖലയിൽ സൗഹൃദങ്ങളിൽ വ്യത്യാസമുണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. സ്വന്തം നിലയിലുള്ള ചെറിയ ചെറിയ നേട്ടങ്ങൾക്ക് വേണ്ടി മേഖലയിലെ മറ്റു രാഷ്ട്രങ്ങളുടെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ നശിപ്പിക്കുന്ന കളി അത് ഇറാൻ അടിയന്തരമായി അവസാനിപ്പിക്കണമെന്നാണ് ഖത്തർ പരസ്യമായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അജയ് സുധാ ബിജു, ഗൾഫ് മേഖലയിലൊക്കെ ഇറാന് പലപ്പോഴും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ള, ഈ മധ്യസ്ഥ ചർച്ചകൾക്ക് നിർണായക സ്ഥാനം വഹിച്ചിട്ടുള്ള, ഇറാനോട് ചേർന്ന് നിൽക്കുന്ന, ഹോർമുസ് നിയന്ത്രണവുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള രാജ്യമാണ് ഖത്തർ. പക്ഷേ ഈ കപ്പലുകളെ ഇറാൻ ആക്രമിക്കുന്നതോടെ ഖത്തറിൻ്റെ ഒരു മാറ്റം അത് ആ മേഖലയിലെ സമവാക്യങ്ങളെ കാര്യമായി തിരുത്തും എന്നുള്ള വിലയിരുത്തൽ കൂടി വരുന്നുണ്ടല്ലോ. രഞ്ജിത്ത്, 2 എണ്ണ ടാങ്കറുകൾ ഉൾപ്പെടെ 3 ഇപ്പോൾ കപ്പലുകൾക്ക് നേരെയാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ഒരു വാണിജ്യ കപ്പൽ, അതുപോലെ 2 എണ്ണ ടാങ്കറുകൾ. ഇതിൽ ഒന്ന് ഖത്തറിൻ്റെയും മറ്റൊന്ന് സൗദി അറേബ്യയുടെയുമാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു നിലവിലെ പശ്ചാത്തലത്തിൽ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇറാന്റെ മുൻ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങ്, അതിന് പല ഗൾഫ് രാജ്യങ്ങളുടെയും സാന്നിധ്യമില്ലായിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. അത് തീർച്ചയായിട്ടും ഇറാൻ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളിൽ ആ രാജ്യങ്ങൾക്ക് പരിഭവമുള്ളത് കൊണ്ട് തന്നെയാണ്. എന്നാൽ ഈ ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത് 3 ഗൾഫ് രാജ്യങ്ങളാണ്. അതിലൊന്ന് ഒമാൻ തീർച്ചയായിട്ടും പങ്കെടുക്കും. കാരണം ഇറാന്റെ ഏറെ നാളായിട്ടുള്ള സുഹൃത്താണ്. അമേരിക്കയുമായിട്ടുള്ള ചർച്ചയിലൊക്കെ മധ്യസ്ഥത വഹിച്ചിട്ടുള്ള രാജ്യമാണ്. പിന്നെ പങ്കെടുത്തത് ഖത്തറിന്റെയും സൗദി അറേബ്യയുടെയും പ്രതിനിധികളാണ്. അല്ലാതെ നമ്മൾ മേഖലയിലേക്ക് നോക്കുകയാണെങ്കിൽ കുവൈറ്റിന്റെ പ്രതിനിധികൾ എത്തിയിട്ടില്ല. അതുപോലെ തന്നെ സൗദി അറേബ്യയുടെ, അതുപോലെ തന്നെ UAEയുടെ പ്രതിനിധികൾ എത്തിയിട്ടില്ല. അതുപോലെ ബഹ്റൈൻ്റെ പ്രതിനിധികൾ ഈ സംസ്കാര ചടങ്ങിൽ വന്നിട്ടില്ല. അങ്ങനെ പല ആളുകളും വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇറാനുമായിട്ടൊരു സൗഹൃദത്തിൻ്റെ കൈ നീട്ടിയിട്ടുള്ള ഖത്തറിനും സൗദി അറേബ്യയ്ക്കും നേരെയാണ് ഇപ്പോൾ ഇറാൻ അപ്രതീക്ഷിതമായിട്ടുള്ള രീതിയിൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. അതിൽ തന്നെ ഖത്തർ ഒരു മറുപ്രതികരണം നടത്തിയിട്ടുള്ളത് വളരെയധികം ശക്തമായിട്ടുള്ള ഭാഷയിൽ തന്നെയാണ്. അതായത് ഖത്തർ പറയുന്നത് തങ്ങളുടെ നേട്ടത്തിന് വേണ്ടി മറ്റുള്ള രാജ്യങ്ങളുടെ സ്വത്തുക്കൾ നശിപ്പിക്കുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് ഇറാനെതിരെ ഒരു കടുത്ത മുന്നറിയിപ്പ് ഖത്തർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇറാനുമായി സൗഹൃദം പുലർത്തിയിരുന്ന ഈ ഖത്തറിനെ സൗദി അറേബ്യയും കൂടി വെറുപ്പിച്ചുകൊണ്ട് ഇറാനിന് മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയാണ് എന്നുള്ളത് തീർച്ചയായിട്ടും വലിയൊരു ചോദ്യചിഹ്നമാണ്. നേരത്തെ അജയ് പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെയൊക്കെ പ്രതിനിധികൾ അവിടെ ഇറാനിലുണ്ട്. അങ്ങനെ ഇറാനിൽ അയത്തുള്ള അലി ഖമേനിയുടെ
സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട രാജ്യം പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ അവിടെ പോയി അയത്തുള്ള അലി ഖമേനിയെ പ്രശംസിച്ചുകൊണ്ട് പ്രസംഗിച്ചു. മറ്റാരുമല്ല, പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി കൂടിയായ ഷഹബാസ് ഷെരീഫാണ് അങ്ങനെ പ്രസംഗിച്ചത്. ഇത് അമേരിക്കയ്ക്ക് വലിയ കട്ടക്കലിപ്പിനിടയാക്കിയ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അത്തരത്തിൽ ഖമേനിയുടെ ഔദ്യോഗിക വിലാപയാത്രയിൽ പങ്കെടുത്ത് ഷഹബാസ് ഷെരീഫ് പ്രസംഗിച്ചപ്പോൾ അത് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതിന് പിന്നാലെ US സെനറ്റർ വലിയ മുന്നറിയിപ്പ് പാകിസ്ഥാന് നൽകിയ ഒരു പശ്ചാത്തലം പ്രധാനപ്പെട്ട ഒന്നാണ്. യുഎസിൻ്റെ സെനറ്റർ റിക് സ്കോട്ടാണ് ഇപ്പോൾ വലിയ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ മധ്യസ്ഥത വഹിക്കുന്നത് അമേരിക്ക ഇറാൻ സംഘർഷത്തിൽ അത് ഇരട്ടത്താപ്പിൻ്റെ ഭാഗമാണ് എന്നാണ് US സെനറ്ററുടെ മുന്നറിയിപ്പ്. അമേരിക്കയും ഇറാനുമായുള്ള ചർച്ചകളിൽ മധ്യസ്ഥത വഹിക്കാനുള്ള യോഗ്യത ചോദ്യം ചെയ്യുകയാണ് എക്സിലൂടെ സെനറ്റർ. പാകിസ്ഥാന്റെ പരസ്പര വിരുദ്ധമായ നിലപാടുകളാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഈ സംഭവവികാസങ്ങൾക്കിടയിൽ പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഒസാമ ബിൻ ലാദൻ ഒരു പതിറ്റാണ്ടോളം ഒളിവിൽ കഴിഞ്ഞ രാജ്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ക്രൈസ്തവരെ പീഡിപ്പിക്കുന്നതിനായി ഏകപക്ഷീയമായി ദൈവനിന്ദാ നിയമങ്ങൾ തിരഞ്ഞു പിടിച്ച് നടപ്പാക്കുന്ന രാജ്യമാണ്. ഇറാന്റെ മുൻ ഭരണാധികാരിയും വംശഹത്യയ്ക്ക് നേതൃത്വം നൽകിയ ക്രൂരനുമായ ഒരാളെയാണ് അവിടുത്തെ പ്രധാനമന്ത്രി ഇപ്പോൾ പ്രശംസിച്ചിരിക്കുന്നതെന്ന് റിക് സ്കോട്ട് എക്സിൽ കുറിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമായി അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് അത് മാറുകയും ചെയ്യുന്നു. മധ്യസ്ഥത വഹിക്കാൻ ഒട്ടും യോഗ്യതയില്ലാത്തവരാണ് പാകിസ്ഥാനെന്നും അവരുടെ ഓരോ നീക്കങ്ങളും അമേരിക്ക സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് എന്നും പ്രധാനപ്പെട്ട നിരീക്ഷണം വരികയാണ്. ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപും ഈ വിഷയത്തിൽ പ്രതികരിച്ചേക്കാം. ഇത്തരം ഖമേനിയൊക്കെ പ്രശംസിക്കുക എന്ന് പറയുന്നത് ട്രംപിന് ഒരിക്കലും അംഗീകരിക്കാവുന്ന കാര്യമല്ല. വലിയ പ്രശംസ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് പാകിസ്ഥാന് വിനയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. സിന്ധു നദീജല കരാറിൽ വിട്ടുവീഴ്ചയില്ല എന്ന ഇന്ത്യൻ നിലപാടിൽ പരിഭ്രാന്തരായിരിക്കുകയാണ് പാകിസ്ഥാൻ. സംശയമില്ല. പാകിസ്ഥാനിലെ പല ജലസംഭരണ കേന്ദ്രങ്ങളും ജലസംഭരണികളും വറ്റിവരളാൻ പോകുന്നു എന്നുള്ള നിർണായകമായ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ്. ഇതിനിടയിൽ ഇന്ത്യയുമായി യുദ്ധത്തിനും തയ്യാറാണ് എന്ന മുന്നറിയിപ്പുമായാണ് ഇപ്പോൾ പാകിസ്ഥാൻ സൈന്യം രംഗത്ത് വരുന്നത്. സിന്ധു നദീജല കരാർ പ്രകാരമുള്ള തങ്ങൾക്ക് അവകാശപ്പെട്ട ജലം ഉറപ്പാക്കാൻ സൈനികപരമായതുൾപ്പെടെ എല്ലാവിധ നടപടികളും സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ വ്യക്തമാക്കുന്നത്. ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സ് ഫീൽഡ് മാർഷൽ അസിം മുനീറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കോർ കമാൻഡർമാരുടെ യോഗത്തിലാണ് പാക് സൈന്യം ഈ നിലപാട് വ്യക്തമാക്കിയത്. കഴിഞ്ഞ വർഷം ജമ്മു കാശ്മീരിന്റെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ നമുക്കറിയാം 26 ജീവനാണ് നമ്മുടെ നഷ്ടപ്പെട്ടത്. തുടർന്നാണ് ഈ കരാർ താൽക്കാലികമായി ഇന്ത്യ റദ്ദാക്കിയത്. അതനുസരിച്ച് ജലം തടയുകയോ വഴിതിരിച്ചു വിടുകയോ ചെയ്യുന്നത് യുദ്ധപ്രഖ്യാപനമായി കണക്കാക്കുമെന്നാണ് പാകിസ്ഥാന്റെ ദേശീയ സുരക്ഷാ സമിതി പറഞ്ഞത്. ഈ നിർദ്ദേശത്തിന് സൈന്യം പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിച്ചത് പ്രധാനപ്പെട്ട ഒന്നാണ്. അവർ മാത്രമല്ല, പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ ചെയർമാൻ കൂടിയായ ബിലാവൽ ഭൂട്ടോ സർദാരിയും ഇന്ത്യക്കെതിരെ യുദ്ധഭീഷണിയുമായി രംഗത്തെത്തിയ പശ്ചാത്തലമുണ്ട്. തങ്ങൾ എന്തിനും തയ്യാറാണ് എന്ന് ബിലാവൽ ഭൂട്ടോ പറയുന്ന വീഡിയോ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി ഇപ്പോൾ പ്രചരിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഇതിൽ പ്രധാനം പാകിസ്ഥാന്റെ വലിയ തോതിലുള്ള പാകിസ്ഥാൻ പേടിച്ച ഒരു പശ്ചാത്തലം ഇതുമായി നിർണായകമായി കൂട്ടിച്ചേർക്കണം. കാരണം പാകിസ്ഥാനിലെ സർക്കാരിന് ഈ സിന്ധു നദിയില കരാർ പ്രകാരം ലഭിക്കേണ്ട ജലവിഹിതം ലഭിച്ചില്ലെങ്കിൽ അവിടുത്തെ കാർഷിക മേഖലകൾ വറ്റി വരളും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ്. കഴിഞ്ഞ വർഷമുണ്ടായ ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ സ്വീകരിച്ച നടപടി അത് പാകിസ്ഥാന് വലിയ ഒരു ശിക്ഷയായ പശ്ചാത്തലമുണ്ട്. പ്രത്യേകിച്ചും 1960 ഒപ്പുവെച്ച ഈ ഉടമ്പടി ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെച്ച പശ്ചാത്തലം. അന്ന് മുതൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സിന്ധു നദിയുടെയും അതിൻ്റെ പോഷക നദികളുടെയും ജലവിതരണം കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോവുകയാണ്. ഈ പാകിസ്ഥാന്റെ പരിഭ്രാന്തിക്ക് പിന്നിൽ കാർഷിക മേഖലയുടെ ഒരു പ്രശ്നം പ്രധാനമാണ്. കാരണം 80 മുതൽ 90% വരെ പാകിസ്ഥാന്റെ കാർഷിക മേഖല നിലനിൽക്കുന്നത് സിന്ധു നദീതട വ്യവസ്ഥയെ ആശ്രയിച്ചാണ്. എന്ന് വെച്ചാൽ സിന്ധു നദിയുടെയും അതിൻ്റെ പോഷക നദിയുടെയും ജലത്തെ ആശ്രയിച്ചാണ്. ഒരു മാസത്തെ ഒഴുക്ക്, ഒരു മാസത്തെ ജലം മാത്രം സംഭരിക്കാനുള്ള കപ്പാസിറ്റിയാണ് പാകിസ്ഥാനിലെ ജലസംഭരണികൾക്കുള്ളത്. നിലവിലെ അവരുടെ പ്രധാന ജലസംഭരണികളായ തർബേലയും മങ്കയും നിലവിൽ ഡെഡ് സ്റ്റോറേജിനോട്, അതായത് ഏതാണ്ട് വെള്ളം ഒട്ടുമില്ലാത്ത ഉപയോഗശൂന്യമായ തരത്തിലേക്ക് താഴ്ന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അത് പാകിസ്ഥാനെ വല്ലാതെ പരിഭ്രാന്തിയിലാക്കിയിരിക്കുന്നു. അതായത് റാവി, ബിയാസ്, സത്ലജ് നദികളിലെ ജലം നൽകില്ല എന്നുള്ള ഇന്ത്യയുടെ പ്രധാനപ്പെട്ട നിലപാട് അവരെ പരിഭ്രാന്തിയിലാക്കിയിരിക്കുന്നു. അവർക്ക് ഒരുപക്ഷെ പാകിസ്ഥാന്റെ തകർച്ചയ്ക്ക് പോലും, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെള്ളവും രക്തവും ഒരുമിച്ചൊഴുകില്ല എന്നുള്ള ഇന്ത്യയുടെ അസന്നിഗ്ധമായ നിലപാട് പാകിസ്ഥാന് ഒരു യുദ്ധ ഭീതി പോലെ തന്നെ അവരിൽ പടരുന്ന ഒരു സാഹചര്യം ഒരുങ്ങുകയാണ്. തുർക്കി വിഷയത്തിൽ
ട്രംപും നെതന്യാഹുവും രണ്ടു തട്ടിൽ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കൂടി ഇപ്പോൾ പുറത്തുവരികയാണ്. തുർക്കിക്ക് ആയുധങ്ങൾ വിൽക്കരുത് എന്നായിരുന്നു നെതന്യാഹു മുന്നോട്ട് വച്ച പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ. പക്ഷേ ട്രംപ് ഇത് പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. തുർക്കിക്ക് ആയുധങ്ങൾ വിൽക്കും എന്ന് ട്രംപ് പ്രഖ്യാപിക്കുന്ന പശ്ചാത്തലമൊരുങ്ങുന്നു. F-35 വിമാനം, യുദ്ധവിമാനം വാങ്ങുന്നതിന് തുർക്കിക്ക് മുന്നിൽ വഴിയൊരുങ്ങുകയാണ്. 2019 റഷ്യൻ മിസൈൽ സംവിധാനം വാങ്ങിയതിൻ്റെ പേരിൽ F-35 പദ്ധതിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് തുർക്കിക്ക് മേൽ US ഉപരോധം ഏർപ്പെടുത്തിയത്. നാറ്റോ ഉച്ചകോടിക്കായി ഇറങ്ങിയതിന് ശേഷം തുർക്കി പ്രസിഡന്റ് തയ്യിബ് എർദോഗനുമായി സംസാരിക്കവെയാണ് ട്രംപ് ഈ ഉപരോധം നീക്കും എന്ന കാര്യം അറിയിച്ചത്. ഈ എർദോഗാനുമായി തനിക്ക് ഏറ്റവും വലിയ ബന്ധമുണ്ട്. ക്യാബിനറ്റ് ഉദ്യോഗസ്ഥർ ഈ വിഷയത്തിൽ പ്രവർത്തിച്ചു വരികയാണ്. തുർക്കിക്ക് F-35 വിമാനങ്ങൾ വിൽക്കുന്നതിനുള്ള സാധ്യത പരിഗണിക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. ഏതായാലും ഈ ഉപരോധങ്ങൾ സംബന്ധിച്ച് വലിയ എതിർപ്പ് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. തുർക്കിയുമായി ഇസ്രായേൽ അത്രത്തോളം ശത്രുതയിലുള്ള ഒരു രാജ്യം കൂടിയാണ്. പക്ഷേ സഖ്യരാജ്യങ്ങളായിട്ടും സൗഹൃദ രാജ്യങ്ങളായിട്ടും അടുത്ത കാലത്തായി ഇസ്രായേലിൻ്റെ പല വ്യവസ്ഥകളും അമേരിക്ക പൂർണ്ണമായും തള്ളിക്കളയുന്ന സാഹചര്യമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനിലെ തെക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയായ ബലൂചിസ്ഥാനിൽ പോലീസ് പോസ്റ്റ് നേരെ ഉണ്ടായ ഭീകരാക്രമണത്തിൽ 9 പോലീസ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. സിയാറത്ത് ജില്ലയിലെ വിദൂര പ്രദേശത്തുണ്ടായ ആക്രമണത്തിൽ നിരവധി പോലീസുകാർക്ക് പരിക്കേറ്റു. ആക്രമണത്തിന് ശേഷം 8 പോലീസ് ഉദ്യോഗസ്ഥരെ ഭീകരർ തട്ടിക്കൊണ്ടുപോയി. പക്ഷേ ഈ പറഞ്ഞ ഉദ്യോഗസ്ഥരെ രക്ഷാപ്രവർത്തനത്തിലൂടെ സുരക്ഷിതമായി മോചിപ്പിച്ചതായി ബലൂചിസ്ഥാൻ സർക്കാർ വക്താവ് അറിയിച്ച ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. പോലീസ് പോസ്റ്റ് നേരെ വലിയ ആക്രമണമുണ്ടായി. സുരക്ഷാസേന പ്രദേശം വളഞ്ഞ് ഇപ്പോഴും തിരച്ചിൽ പുരോഗമിക്കുകയാണ്. 15 ഭീകരരെ ഇതിനകം സൈന്യം വധിച്ചു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. തിരച്ചിൽ തുടരും എന്നാണ് ഇപ്പോൾ ബലൂച്ച് സർക്കാർ വ്യക്തമാക്കുന്നത്. ചൈനയുടെ തെക്കൻ മേഖലയിൽ ദുരിതം വിതച്ച് മെയ്സാക് ചുഴലിക്കാറ്റ്. അതിശക്തമായ മഴയിൽ ഷെങ്ഹൌയിലെ ലിയുലാൻ അണക്കെട്ടിന്റെ ഭിത്തി തകർന്നു. 11 മണിയോടുകൂടി ഇന്നലെ 11 മണിയോടെ അണക്കെട്ടിൽ 50 മീറ്റർ നീളത്തിൽ വിള്ളൽ രൂപപ്പെടുകയും ജലം താഴോട്ട് കുതിച്ചൊഴുകുകയുമായിരുന്നു. ലിയുലാൻ അണക്കെട്ടിലെ ജലനിരപ്പ് പരിധിയേക്കാൾ ഉയരുകയും യുൻബിയാവോ റിസർവോയർ കവിഞ്ഞൊഴുകുകയും ചെയ്തതോടെ നിരവധി ഗ്രാമങ്ങൾ, ഏതാണ്ട് 50ഓളം ഗ്രാമങ്ങൾ ഇപ്പോൾ വെള്ളത്തിനടിയിലാണ് എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തുവരുന്നത്. ശക്തമായ കാറ്റും മഴയും ആ പ്രദേശത്ത് തുടരുകയാണ്. 55,000-ലധികം പേരെ ബാധിച്ചു ഇതിനകം തന്നെ ഈ വിഷയമെന്നാണ് മനസ്സിലാക്കേണ്ടത്. വിവിധ മേഖലകളിലായാണ് ഇപ്പോൾ ജനം വല്ലാതെ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. അത്യാധുനിക സംവിധാനങ്ങൾ ഒരുക്കൊണ്ടാണ് ഇപ്പോൾ ചൈനീസ് അധികൃതർ ഭക്ഷണമടക്കം എത്തിക്കുന്നത്. ഡ്രോൺ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് 10ലധികം ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഭക്ഷണവും അവശ്യ വസ്തുക്കളും ഈ ഗ്രാമവാസികൾക്ക് നൽകാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ചൈനീസ് സർക്കാർ. വിവിധ ട്രെയിനുകൾ റദ്ദാക്കി വിമാന സർവീസുകളെയും ബാധിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. RSSന്റെ റൂട്ട് മാർച്ചുകൾക്ക് കർണാടക സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി പുറത്തു വരികയാണ്. ഇനിയിപ്പോൾ RSSന് റൂട്ട് മാർച്ചുകൾ നടത്തണമെങ്കിൽ സർക്കാരിൻ്റെ മുൻകൂർ അനുമതി വേണം എന്ന നിർദ്ദേശമാണ് അവിടുത്തെ മന്ത്രി മുന്നോട്ട് വച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂർ അനുമതി നിർബന്ധമാക്കിക്കൊണ്ട് IT-BT മന്ത്രി പ്രിയങ്ക് ഖാർഗെ മുന്നോട്ട് വന്നിരിക്കുകയാണ്. താൻ മന്ത്രിസ്ഥാനം തുടരുന്നിടത്തോളം കാലം RSSന് പ്രത്യേക പരിഗണനകൾ ഉണ്ടാവില്ല എന്നും നിയമപരമായ അനുമതിയില്ലാതെ ഒരു പരിപാടിയും നടത്താൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. മുൻകാലങ്ങളിലൊക്കെ RSS തങ്ങളുടെ റൂട്ട് മാർച്ചുകൾക്ക് ഭരണകൂടത്തിനും പോലീസിനും നിർദ്ദേശം അത്തരത്തിൽ അറിയിക്കുക മാത്രമാണ് ചെയ്തിരുന്നത്. അതിനുശേഷം റൂട്ട് മാർച്ചുകളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ ഇതിനിപ്പോൾ കർണാടകയിൽ ഉണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനോട് ചേർത്ത് വെക്കുന്നത് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ കഴിഞ്ഞ IPL വിജയാഘോഷത്തിൻ്റെ ശേഷമുണ്ടായ തിക്കിലും തിരക്കിലും ഉണ്ടായ മരണവും അനിഷ്ട സംഭവങ്ങളും മറ്റുമാണ്. അതിനുശേഷം കോടതി ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു. ഇത്തരം പരിപാടികൾക്ക് കൃത്യമായ അനുമതി വാങ്ങേണ്ടതുണ്ട് എന്നാണ്. ഇത് അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ കർണാടക സർക്കാർ ഇത്തരം കാര്യങ്ങൾ കഴിപ്പിക്കുന്നത്. 4 ദിവസം കൊണ്ട് മുംബൈയിൽ പെയ്തിറങ്ങിയത് 1 മാസത്തെ മഴയാണ്. അതിശക്തമായ മഴയിൽ മുംബൈ നഗരം വിറങ്ങലിക്കുകയാണ്. മേഘവിസ്ഫോടന മുന്നറിയിപ്പടക്കം അവിടെയുണ്ട്. റെയിൽ, റോഡ്, വിമാന സർവീസുകൾ തടസ്സപ്പെട്ടു. പൂനെയിൽ ഒരു കുടുംബത്തിലെ 3 പേർ കൂടി മരിച്ചു. മഹാരാഷ്ട്രയിൽ 4 ദിവസത്തിനിടെ മഴക്കെടുതിയിൽ 13 മരണമായി. നാസിക്കിൽ മേഘവിസ്ഫോടനത്തിന് സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. അതായത് 1 മാസത്തിൽ ലഭിക്കേണ്ട മഴ 4 ദിവസം കൊണ്ട് പെയ്യുക എന്ന് പറയുമ്പോൾ എത്രത്തോളം കഠിനമാണ് എന്ന് മനസ്സിലാക്കണം. നഗരജീവിതം പൂർണ്ണമായും സ്തംഭിക്കുന്ന പശ്ചാത്തലമുണ്ടായി. മുംബൈ വിമാനത്താവളത്തിൽ 30ഓളം വിമാനങ്ങൾ റദ്ദ് ചെയ്തു. 300-ലേറെ സർവീസുകൾ വൈകി.
ട്രെയിൻ യാത്ര കാര്യമായി തന്നെ ദീർഘദൂര ട്രെയിനുകൾ 20ഓളം ട്രെയിനുകൾ പല റൂട്ടുകളായി കുടുങ്ങുന്ന പശ്ചാത്തലമുണ്ട്. 10 ട്രെയിനുകൾ റദ്ദാക്കി. അങ്ങനെ പൂർണ്ണമായും റോഡ്, റെയിൽ, വ്യോമഗതാഗതങ്ങളെ തകർത്തുകൊണ്ടാണ് മഴ ആഞ്ഞടിക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മറ്റും അവധിയാണ്. വർക്ക് ഫ്രം ഹോം പ്രോത്സാഹിപ്പിക്കാനായി പല കമ്പനികളും ഇപ്പോൾ നിർദ്ദേശം നൽകിയ പശ്ചാത്തലവും പ്രധാനമാണ്. നമുക്കറിയാം, എഥനോൾ കലർത്തിയ ഇന്ധനവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് 2 അഭിപ്രായം ഉയരുമ്പോഴും സർക്കാർ ഈ ഇന്ധനത്തിന്റെ ഉപയോഗവുമായി മുന്നോട്ട് പോവുകയാണ്. ഇതിന്റെ സുരക്ഷ സംബന്ധിച്ചുള്ള വിമർശനങ്ങൾ പൂർണ്ണമായും തള്ളിയാണ് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പൂരി രംഗത്ത് വന്നത്. രാജ്യത്തെ ദശലക്ഷക്കണക്കിന് വാഹനങ്ങൾ യാതൊരു പ്രശ്നവുമില്ലാതെ എഥനോൾ മിശ്രിത ഇന്ധനം ഉപയോഗിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ്. അടുത്ത ഘട്ടത്തിൽ എഥനോൾ ഇന്ധനം അവതരിപ്പിക്കുന്നതിനെക്കുറിച്ച് നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും പക്ഷേ ശാസ്ത്രീയ പരിശോധനകൾ പൂർത്തിയാകാതെ തിടുക്കത്തിൽ തീരുമാനമെടുക്കില്ല എന്നും സർക്കാർ പറയുന്നുണ്ട്. നിലവിൽ 20 കോടി ഇരുചക്ര വാഹനങ്ങളും 20 ലക്ഷം 4 ചക്ര വാഹനങ്ങളും E20 ഇന്ധനം ഉപയോഗിക്കുന്നു എന്ന് ഇതുവരെ യാതൊരു തരത്തിലുള്ള കംപ്ലൈന്റുകളും ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല എന്നും മന്ത്രി വ്യക്തമാക്കുന്നത് പ്രത്യേകമായ സാഹചര്യത്തിലാണ്. ഇത്രയും കാലം നിലവിലുണ്ടായിരുന്ന സംവിധാനത്തിനെതിരെ ഉയർന്ന വിമർശനങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും മന്ത്രി പറയുകയാണ്. പക്ഷേ അപ്പോഴും ശാസ്ത്രീയമായ പരിശോധന നടത്തും, വാഹന നിർമ്മാതാക്കളുമായി ചർച്ച നടത്തും. അതുമാത്രമല്ല, അല്പമൊന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ട്. 2000 ഉടൻ തന്നെ എഥനോൾ ഇന്ധനം പൂർണ്ണമാക്കാനുള്ള നീക്കം സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. പക്ഷേ കുറച്ചുകൂടി പരിശോധനകൾ വേണം എന്നുള്ളത് പല മേഖലകളിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന സംശയങ്ങളും എതിർപ്പുകളും വെച്ചാണ് ഈ വിഷയത്തെ ഇപ്പോൾ സർക്കാർ കാണുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ എഥനോൾ ഇന്ധനവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ ബ്രസീലിൻ്റെ ഒരു മാതൃക നമ്മൾ പരിശോധിക്കണം. ആദ്യം തന്നെ പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഈ വിഷയത്തിൽ വലിയ പരീക്ഷണം നടത്തുകയും വിജയിക്കുകയും ചെയ്ത ഒരു രാജ്യമാണ് ബ്രസീൽ. അന്ന് കുതിച്ചുയർന്ന എണ്ണ ഇറക്കുമതി ചെലവ്, ആഗോള വിപണിയിൽ പഞ്ചസാര വിപണിയിലുണ്ടായ വലിയ തകർച്ചയൊക്കെ ബ്രസീലിനെ സാരമായി ബാധിച്ചു. തുടർന്ന് ഒരു പ്രധാനപ്പെട്ട തീരുമാനത്തിലേക്ക് ബ്രസീൽ പോവുകയാണ്: കാറുകൾ എഥനോൾ ഉപയോഗിച്ച് ഓടിക്കുക. ഇപ്പോൾ അന്ന് ആരംഭിച്ച ഒരു പ്രക്രിയയുണ്ട്. അത് ലോകത്തിന്, പ്രത്യേകിച്ച് ഇന്ത്യക്ക് ഒരു വലിയ മാതൃകയായി മാറിയിരിക്കുകയാണ്. ഇവർ പ്രധാനമായും 2-3 ഘടകങ്ങൾ മുന്നോട്ട് വെച്ച് ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചാണ് മുന്നോട്ട് പോയത്. അതിലൊന്ന്, നിശ്ചിത ലക്ഷ്യങ്ങളോടെ ഘട്ടം ഘട്ടമായി ഇന്ധനത്തിൽ എഥനോൾ കലർത്തുന്ന രീതി നടപ്പിലാക്കുകയായിരുന്നു. അതിന് വാഹന മേഖലയ്ക്ക് കാര്യമായ ഈ മാറ്റങ്ങളുമായി പൊരുത്തപ്പെടാൻ ആവശ്യമായ സമയം നൽകിക്കൊണ്ടാണ് ബ്രസീൽ മുന്നോട്ട് പോയത്. വാഹന ഉടമകൾക്ക് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി ഉപഭോക്താക്കൾക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം, അതായത് വേണമെങ്കിൽ നിങ്ങൾക്ക് എഥനോൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പെട്രോളുമായി മുന്നോട്ട് പോകാം എന്നുള്ള സ്വാതന്ത്ര്യം നൽകി. വിലയിളവ് വലിയ തോതിൽ ഉറപ്പാക്കി. 20 മുതൽ 30% വരെയാണ് ബ്രസീലിൽ എഥനോളുമായി ബന്ധപ്പെട്ട വിലയിളവ് നടപ്പിലാക്കിയത്. പിന്നീട് ഇതെല്ലാം ദേശീയ നയത്തിൻ്റെ ഭാഗമാക്കുകയും അവർ ചെയ്തു. വളരെ നേരത്തെ തന്നെ ഫ്ലെക്സ് ഫ്യുവൽ വാഹനങ്ങൾ, അതായത് എഥനോളിനോട് യോജിക്കുന്ന വാഹനങ്ങൾ നടപ്പാക്കുന്നതിന് പ്രോത്സാഹനം നൽകുന്ന പശ്ചാത്തലമുണ്ടായി. അന്ന് ഫിയറ്റ്, അവിടുത്തെ പ്രധാനപ്പെട്ട കമ്പനി, ആദ്യ പൂർണ്ണ എഥനോൾ വാഹനമായ ഫിയറ്റ് 147 1970 തന്നെ ബ്രസീൽ അവതരിപ്പിക്കുകയാണ്. തുടർന്ന് ഫോക്സ് വാഗണും ജനറൽ മോട്ടോഴ്സും ഫോർഡും രംഗത്തെത്തി. 2003 മുതൽ ബ്രസീലിൽ ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങളുടെ വൻതോതിലുള്ള ഉൽപ്പാദനം ആരംഭിക്കുകയും ചെയ്തു. അന്ന് വിപണിയിലെത്തിയ ഫോക്സ് വാഗണിൻ്റെ ആദ്യ ഫ്ലെക്സ് ഫ്യൂവൽ മോഡലിന് പിന്നാലെ ടൊയോട്ട ഉൾപ്പെടെ നിരവധി കമ്പനികൾ രംഗത്തിറങ്ങുകയും ചെയ്യുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. നമ്മൾ അത്ഭുതകരമായൊരു കണക്ക് നോക്കണം. 2003 വെറും 48,178 ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങളായിരുന്നുവെങ്കിൽ ഇന്ന് ബ്രസീലിൽ ഏകദേശം 16.5 ലക്ഷം ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് കണക്ക്. ഏതാണ്ട് 90% ഇപ്പോൾ ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങളിലേക്ക് മാറിയ പശ്ചാത്തലം അവിടെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതേസമയം ഇന്ത്യയിൽ ഇപ്പോൾ നമുക്കറിയാം E85 ഇന്ധന പമ്പുകൾ സ്ഥാപിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇത്തരം ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങൾ പരീക്ഷണ ഘട്ടത്തിലാണ് എന്നുള്ളത് നമ്മുടെ വലിയൊരു വെല്ലുവിളിയാണ്. മാരുതി സുസുക്കി വാഗണാർ, ടൊയോട്ട ഹൈക്രോസ്, അങ്ങനെ 2-3 കമ്പനികൾ മാത്രമാണ് ഇത്തരം മോഡലുകളുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ഇന്ത്യയിലെ ഭൂരിഭാഗം വാഹനങ്ങളും ഉയർന്ന തോതിലുള്ള എഥനോൾ കലർന്ന ഇന്ധനം ഉപയോഗിക്കാൻ അനുയോജ്യമല്ല എന്നുള്ള കണക്ക് നമുക്ക് വലിയ തിരിച്ചടിയാണ്. ബ്രസീൽ അന്ന് നടത്തിയ പല നടപടികളും, അതായത് ഉപഭോക്താക്കൾക്ക് അതിനുള്ള അവസരം നൽകി, അതുമാത്രമല്ല ഉപഭോക്താക്കളെ വിശ്വാസത്തിലെടുത്തു, അവർക്ക് വിലക്കുറവ് നൽകി. അതൊക്കെ ബ്രസീലിൽ മാതൃകയാണെങ്കിൽ വളരെ തിടുക്കത്തിൽ നമ്മൾ നടപ്പിലാക്കാൻ പോയാൽ ജനങ്ങളുടെ എതിർപ്പിന് കാരണമാകും. അതുമാത്രമല്ല, ഇത്തരത്തിൽ എഥനോൾ ഉപയോഗിച്ച പല വാഹനങ്ങളിലും ഇന്ധനക്ഷമതയുമായി ബന്ധപ്പെട്ട് ഉയർന്ന സംശയങ്ങൾ ജനങ്ങളെ വല്ലാതെ വലയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വാസ്യത ആർജിച്ച് ഈ വിഷയത്തിൽ മുന്നോട്ട് പോകണം എന്ന ആവശ്യമാണ് വാഹന ഉടമകളും അപ്പം വാഹന കമ്പനികളും മുന്നോട്ട് വെക്കുന്നത്.
നിതേഷ് തിവാരി സംവിധാനം ചെയ്യുന്ന ബ്രഹ്മാണ്ഡചിത്രം രാമായണ പാർട്ട് 1-ന്റെ ഇന്ത്യയിലെ വിതരണാവകാശം സ്വന്തമാക്കി കരൺ ജോഹറിന്റെ ധർമ്മ പ്രൊഡക്ഷൻസ്. 259 കോടിയാണ് ഇതിന്റെ ഡീൽ എന്നാണ് പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നത്. വിതരണാവകാശം സംബന്ധിച്ച് ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ നമിത് മൽഹോത്രയുടെ DNGയും യഷിന്റെ മോൺസ്റ്റർ മൈൻഡ് ക്രിയേഷൻസും ധർമ്മ പ്രൊഡക്ഷൻസുമായി കരാറിലെത്തി. ചിത്രത്തിന്റെ എഡിറ്റ് ചെയ്ത 30 മിനിറ്റ് ദൈർഘ്യമുള്ള ഫുട്ടേജ് നമിത് മൽഹോത്ര വിതരണക്കാർക്ക് വേണ്ടി പ്രത്യേകം പ്രദർശിപ്പിച്ചു. ധർമ്മ പ്രൊഡക്ഷൻസുമായുള്ള ചർച്ചയിൽ 500 കോടിയാണ് അവർ ആവശ്യപ്പെട്ടത്. പക്ഷേ അത് 259 കോടിയിൽ ധാരണയായി എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതോടെ ചിത്രത്തിന്റെ ഏക വിതരണക്കാരനായി ധർമ്മ പ്രൊഡക്ഷൻസ് മാറുകയാണ്. നേരത്തെ രാജമൗലിയുടെ ബാഹുബലി, ശങ്കറിന്റെ 2.0, കൊരട്ടാല ശിവയുടെ ദേവര തുടങ്ങിയ ചിത്രങ്ങളുടെയും ഇന്ത്യയിലെ വിതരണാവകാശം ധർമ്മ പ്രൊഡക്ഷൻസ് ആയിരുന്നു. 2 ഭാഗങ്ങളെത്തുന്ന രാമായണയിൽ രൺബീർ കപൂർ രാമനാണ്, സായി പല്ലവിയാണ് സീത, രാവണായി യക്ഷും വേഷം ഇടുകയാണ്. ഇതിന്റെ മ്യൂസിക് AR റഹ്മാനും ഹാൻസ് സിമ്മറും ചേർന്നാണ്. ഇന്ത്യയിൽ സ്കോച്ച് വിസ്കിക്ക് വില കുറയാൻ ഒരുങ്ങുന്നു എന്നുള്ളത് സ്കോച്ച് വിസ്കി ആരാധകർക്ക് ഒരു സന്തോഷകരമായ കാര്യമാണ്. 400 രൂപ വരെ വില കുറയുമെന്നാണ് ഏതാണ്ടൊരു കണക്ക് പുറത്തു വരുന്നത്. ഇതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഇന്ത്യ UK വ്യാപാര കരാർ പ്രാബല്യത്തിൽ വരികയാണ്. ഈ വരുന്ന 15-ാം തീയതി ഈ കരാർ പ്രാബല്യത്തിൽ വരുമ്പോൾ ആദ്യഘട്ടത്തിൽ 10% മുതൽ 20%-ഓളമാണ് വിസ്കിയുടെയും ജിന്നിൻ്റെയും നിലവിലെ ഇറക്കുമതി തീരുവയിൽ നിന്ന് കുറവ് വരുന്നത്. 180%-ൽ നിന്ന് തുടക്കത്തിൽ 75%-ആയി കുറയുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് കരാറിൻ്റെ 10-ാം വർഷത്തോടെ 40%-ആയും കുറയ്ക്കാനാണ് ഇപ്പോൾ തീരുമാനം. അതേസമയം ഇറക്കുമതി തീരുവ പകുതിയായി കുറയുന്നുണ്ടെങ്കിലും വലിയ വില കുറവുണ്ടാവില്ല. അതിലൊരു ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമാണ് ഉപഭോക്താക്കൾക്ക് ലഭിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഏതായാലും വിലക്കുറവ് ഒറ്റയടിക്ക് ഉണ്ടാവില്ല. ഓരോ സംസ്ഥാനത്തും അത് വ്യത്യസ്തമായിരിക്കുമെന്നുമാണ് വിദഗ്ധർ പറയുന്നത്. താമസിക്കുന്ന സംസ്ഥാനത്തിൻ്റെയും വാങ്ങുന്ന സ്കോച്ചിനെയും ആശ്രയിച്ചായിരിക്കും ലാഭം ഉണ്ടാവുക. തുടക്കത്തിൽ 5 മുതൽ 10% വരെ, അതാണ് 4000 രൂപയൊക്കെ വില വരുന്ന സ്കോച്ചിന് ഒരു പക്ഷേ 400 രൂപയൊക്കെ കുറഞ്ഞേക്കാം. സ്കോട്ട്ലൻഡിൽ തന്നെ നിർമ്മിച്ച് ലേബൽ ചെയ്ത് കുപ്പിയിലാക്കി ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ബോട്ടിൽഡ് ഇൻ ഒറിജിനൽ സ്കോച്ച് വിസ്കികൾക്കാണ് ഈ കരാറിലൂടെ ഏറ്റവും അധികം വിലക്കുറവുണ്ടാകുക. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് വ്യത്യാസമുണ്ടാകില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റു വാർത്തയിലേക്ക് പോകണം. ദുരന്ത ഭൂമിയായി വയനാട്. വയനാട് കള്ളാടി ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. രാത്രി വൈകിയും ഇപ്പോൾ രാവിലെയും തെരച്ചിൽ നടക്കുന്നു. ഇനി 5 പേരെ കണ്ടെത്താനുണ്ട് എന്നാണ് വിവരം. കെടാവർ നായ്ക്കളും തെരച്ചിലിനെത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയോടെ പാലത്തിന് മുകളിലെ മണ്ണ് നീക്കി പ്രദേശത്ത് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഗതാഗതമൊക്കെ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. 3 പേരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മുഖ്യമന്ത്രി VD സതീശൻ അവിടെ എത്തും. മന്ത്രിമാർ വയനാട്ടിൽ തുടരുന്നുണ്ട്. CV അനുമോദും ജയരാജും വിവരങ്ങളുമായി ചേരുന്നു. അനുമോദ്, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? അവിടെ മഴ ഇപ്പോഴും തുടരുകയാണ്. കൂടുതൽ മൃതദേഹങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ആളുകളെ തിരിച്ചറിയേണ്ടതും കണ്ടെത്തേണ്ടതുമുണ്ട്. എന്താണ് ഏറ്റവും ഒടുവിലത്തെ വിലയിരുത്തൽ? രഞ്ജിത്ത്, കനത്ത മഴയും മഞ്ഞുമൊക്കെ ഈ ഒരു തെരച്ചിലിന് തടസ്സം സൃഷ്ടിക്കുന്ന സാഹചര്യമാണ് തീർത്തിരിക്കുന്നത്. ഇന്ന് രാവിലെ തുടങ്ങിയ മഴയാണ്, ശക്തമായ മഴ പെയ്യുന്നുണ്ട്. അതൊക്കെ തന്നെ ഈ ഒരു മണ്ണ് നീക്കിയുള്ള പരിശോധനയ്ക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യമാണ് തീർത്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നലെ മൂടിയിരുന്ന പാലത്തിലെ ആ മണ്ണ് മുഴുവൻ നീക്കി അവിടെ ഗതാഗതത്തിന് സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ രക്ഷാപ്രവർത്തന വാഹനങ്ങളും മറ്റും മാത്രമാണ് ഇതുവഴി കടന്നു പോകുന്നത്. സാധാരണക്കാർക്ക് ഇതുവഴി പ്രവേശനം ഇല്ല. കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് വാഹനങ്ങൾക്കെല്ലാം തന്നെ എന്നുള്ളതാണ്. പക്ഷേ രക്ഷാപ്രവർത്തനം ഈ ഒരു മഴയത്തും കാര്യമായി പുരോഗമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അല്പസമയം മുൻപ് മന്ത്രി AP അനിൽകുമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം സംഭവ സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ്. 5 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത് എന്നാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ അല്പസമയം മുമ്പും വ്യക്തമാക്കിയിട്ടുള്ളത്. 3 മരണങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചികിത്സയിലുള്ള 3 പേരുടെ അവസ്ഥയും അല്പം ഗുരുതരമാണ് എന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നു. ഇതിനോടൊപ്പം ജയരാജ് ചേരുന്നുണ്ട്. ജയരാജ്, ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്നിപ്പോൾ ഈ രക്ഷാദൗത്യത്തിന് അല്പം കൂടി വേഗത കൈവന്നിട്ടുണ്ടോ, അതോ മഴ തടസ്സമാവുകയാണോ? അല്ല, വേഗത കൈവരല്ല ചെയ്തത്. നമുക്കറിയാം ഇവിടുത്തെ ഒരു മഴേൻ്റെ ഒരു അവസ്ഥ കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അത്ര കനത്ത മഴയാണ് പെയ്യുന്നത്. കാരണം എവിടെയാണ് ഇടിഞ്ഞു വീഴുകയെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ വളരെ ഒരു ബുദ്ധിമുട്ടോടെയാണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്. ഇനി ഏകദേശം 5 പേരാണ് മിസ്സിംഗ് ഉള്ളത്. ഒരുപക്ഷെ അവർ അതിൻ്റെ അടിയിലുണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരു വിശ്വാസം. അപ്പോൾ അവരെ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഒരു ഇത്. അതുപോലെ തന്നെ ഇതിനെ സജ്ജമാക്കിയിട്ടുള്ള ഡോഗ്സ് കെടാർ ഡോഗ്സ് എല്ലാം ഇതിന്റെ കൂടെ ഉണ്ട്. എന്തായാലും ഈ മഴയാണെങ്കിലും ആളുകളവിടെ ഈ തെരച്ചിൽ നടക്കുന്നുണ്ട്.
എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കാഴ്ച. അത് മഴയത്ത് നടക്കാൻ കഴിയില്ലല്ലോ, കാലൊക്കെ പൂന്തി പോകുന്ന അവസ്ഥയിൽ. തീർച്ചയായും, കാരണം ഇവിടുത്തെ ഒരു അവസ്ഥ നമ്മൾ ഒരു പക്ഷേ ഇതിൽ കാണുന്നതിലും ഒരു വലിയൊരു അവസ്ഥയാണ്, ഭീകരമാണ്. അതുമല്ല ഇവിടെ അങ്ങനെ നിൽക്കുന്നത് അത്ര വലിയ സുരക്ഷിതമല്ല എന്നാണ് ഇവർ പറയുന്നത്. ഇവിടുന്ന് മാറാനൊക്കെ പറയുന്നുണ്ട്. പക്ഷേ മഴ ഇങ്ങനെ തുടരുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത് അറിയില്ല. അഖിൽ, നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് ക്യാമറ ചലിപ്പിച്ചാൽ അവിടെ മലയുടെ ഒരു ഭാഗം അല്പം ഇടിഞ്ഞത് കാണാം. സത്യത്തിൽ ഈ മല ഇടിഞ്ഞതാണോ അതോ ഇവിടെ കൂട്ടിയിട്ട മണ്ണ് അത് സമ്മർദ്ദമുണ്ടാക്കിയതാണോ ഈ അപകടത്തിലേക്ക് നയിച്ചത്? അതിപ്പോൾ രണ്ട് രീതിയിലാണ് പറയുന്നത്. അത് ശരിക്കും ഒരു പരിശോധനയിലൂടെ മാത്രമേ അതിന്റെ ഒരു യാഥാർത്ഥ്യം വ്യക്തമാവുകയുള്ളൂ. കാരണം മണ്ണ് മാറ്റിയിട്ട് നമുക്ക് അപ്പുറത്ത് കാണാം, ഒരുപാട് മണ്ണ് അവിടെ കൂടി കിടക്കുന്നുണ്ട്. പക്ഷേ ഇടിഞ്ഞ സ്ഥലത്ത് അവിടെ നമ്മൾ മണ്ണ് കാണുന്നുമില്ല. അപ്പോൾ നമ്മൾ ഇന്നലെയൊക്കെ കണ്ട ആ ഒരു ഭീകരമായ ഒരു വിഷ്വൽ ഉണ്ടല്ലോ, ഒരു CCTV ദൃശ്യം, അതിൽ നമ്മൾ വെള്ളം കുത്തിയൊലിച്ച് വരുന്നതാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു മണ്ണിൽ ആ ഒരു വെള്ളം നിൽക്കാനുള്ള ഒരു സാധ്യതയില്ല. പക്ഷേ ഇതൊരു മനുഷ്യനിർമ്മിതമാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വിവാദങ്ങളിലേക്കാണ് പോകുന്നത്. പക്ഷേ അതൊരു പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അതിന്റെ ഒരു ഇടിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് കാണാമല്ലോ, ആ മലയാണ്, ആ കാണുന്ന മലയാണ് ഇടിഞ്ഞ് കിടക്കുന്നത്. അവിടുന്നാണ് ഇത് ഇങ്ങോട്ട് മണ്ണ് വന്നത്. പക്ഷേ അതിനപ്പുറത്ത് ആ ടാർപ്പായൊക്കെ മൂടിയതൊക്കെ മണ്ണ് തന്നെയാണ്. അപ്പൊ അതൊന്നും ഇടിഞ്ഞിട്ടില്ല. ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇതിലെ പല വിവാദങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അതിനെക്കുറിച്ച് നമുക്ക് ശാസ്ത്രീയം ആ മണ്ണിടിഞ്ഞ് നമുക്ക് കാണാം. അവിടെ ഒരു പക്ഷേ ഇനിയും അടർന്നു വീഴാനുള്ള ഒരു സാധ്യത പോലും ഇപ്പൊ കാണുന്നുണ്ട്. നമുക്കത് വ്യക്തമായിട്ട് കാണാം. രഞ്ജിത്ത്, മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ 5 പേർക്കായിട്ടുള്ള തെരച്ചിലാണ്. ഈ വലിയ കുത്തൊഴുക്ക് ഉണ്ടാകാത്തത് കൊണ്ട് ഒരുപാട് ദൂരെ തെറിച്ചു പോകാനുള്ള സാധ്യത, മണ്ണിൽ ഒലിച്ചു പോകാനുള്ള സാധ്യത കുറവാണ് എന്നാണ് വിദഗ്ധരൊക്കെ തന്നെ പറയുന്നത്. അപ്പോൾ ഈ പ്രദേശത്ത് തന്നെ ഉണ്ടാകാനുള്ള സാധ്യത മുൻനിർത്തിയാണ് പരിശോധനകൾ നടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് മുഖ്യമന്ത്രി ഇവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഉച്ചയോടെയായിരിക്കും ഇവിടേക്ക് എത്തുക. കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ഒരുപക്ഷെ ഹെലികോപ്റ്റർ വയനാട് വരെ എത്താനുള്ള സാധ്യത കുറവാണ്. ഒരുപക്ഷെ അദ്ദേഹം അരീക്കോടോ മറ്റോ ഹെലികോപ്റ്ററിൽ ഇറങ്ങി അവിടെ നിന്ന് റോഡ് മാർഗം വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ സമയം പിന്നെയും അല്പം കൂടി വൈകാൻ സാധ്യതയുണ്ട്. എന്താണെങ്കിലും മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷമാകും ഇക്കാര്യത്തിൽ കുറെ കൂടി വ്യക്തമാർന്ന നടപടികൾ അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. തെരച്ചിൽ ഈ ഒരു കടുത്ത പ്രതിസന്ധി നിറഞ്ഞ കാലാവസ്ഥയിലും സാഹചര്യത്തിലും പുരോഗമിക്കുകയാണ്. ഹിറ്റാച്ചികൾ ഉപയോഗിച്ച് മണ്ണ് നീക്കിക്കൊണ്ടുള്ള പരിശോധനയാണ് നടക്കുന്നത്. പക്ഷേ മഴയിൽ ഈ മണ്ണ് കുതിരുന്നത് അല്പം ആശങ്കയുണ്ടാക്കുന്നതാണ്. കാരണം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്, ഈ കൂട്ടിയിട്ട മണ്ണൊക്കെ മഴയത്ത് അങ്ങനെ കുത്തിയൊലിച്ച് പോകുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കാലാവസ്ഥ ഇങ്ങനെ തുടർന്നാൽ മറ്റ് സംവിധാനങ്ങൾ തെരച്ചിലിന് ഉപയോഗിക്കാനുള്ള സാധ്യതകൾ എന്തെല്ലാമാണെന്നും പരിശോധിക്കേണ്ടതായിട്ട് വരും. എന്താണെങ്കിലും കനത്ത മഴ ഇന്ന് രാവിലെ മുതൽ ഈ ഒരു പ്രദേശത്ത് വലിയ ആശങ്ക തന്നെയാണ് സൃഷ്ടിക്കുന്നത്. രഞ്ജിത്ത്. ശരി അനുബോധ. കേരളത്തിൽ നിന്നും ശക്തമായ മഴയ്ക്ക് സംസ്ഥാനത്ത് സാധ്യതയുണ്ട്. ആലപ്പുഴ മുതൽ കാസർഗോഡ് വരെ യെല്ലോ അലേർട്ടാണ്. മഴ കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും പ്രധാനപ്പെട്ട ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. വീണയുടെ പിണറായിയിലെ ഭൂമി പരിശോധിച്ച് ED. ഇന്നലെ രാവിലെ ആയിരുന്നു പരിശോധന. വില്ലേജ് ഓഫീസറുടെ സഹായത്തോടെയായിരുന്നു 80 സെന്റ് ഭൂമി പരിശോധിച്ചത്. ഭൂമിയുടെ ആധാരവുമായി എത്തിയായിരുന്നു പരിശോധന. പിണറായിയുടെ വീടിന് സമീപത്തുള്ള ഭൂമിയും പരിശോധിച്ചു. നികുതി രേഖകൾ ED ഉദ്യോഗസ്ഥർ കൊണ്ടുപോയി എന്നാണ് ഏറ്റവും പുതിയ വിവരം. ഫുട്ഗോളവുമായി എൽദോ പോൾ ചേരും ഇടവേളയ്ക്ക് ശേഷം.